ഏത് ഫോണേ ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു. ഞാൻ ഏത് വാപ്പാന്റെ മോനാ എവിടുന്നാ വരുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? നിരവധി അനവധി പത്രസമ്മേളനങ്ങൾ നടത്തി തെളിവുകൾ പുറത്തുവിട്ടു. ഞാൻ എന്റെ രണ്ട് കാലും കൈയും പിടിച്ചു വലിക്കാൻ നിരവധിയായ ഉത്തരവാദിത്തപ്പെട്ട പരിശ്രമം നടത്തി. ഒരിഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. വലിയ വലിയ ഓഫറുകൾ വന്നു. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ. ഇതൊക്കെ ആയി അവസാനം എവിടെയോ ഒരു പന്തികേട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന അവസാനത്തെ പത്രസമ്മേളനത്തിന്റെ 11 മണിക്ക് എന്ന് പറഞ്ഞപ്പോ 9 മണിക്ക് ഞാനൊരു ഡോക്യുമെന്റ് പുറത്തുവിടുന്നത്. എന്താ ഡോക്യുമെന്റ്? കവടിയാറിൽ ADGP അജിത് കുമാർ ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ എല്ലാ ഡോക്യുമെന്റും, കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് പോലീസിന് ഞാൻ കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം എന്റെ കയ്യിൽ വരുന്ന ഡോക്യുമെന്റാണ് 33,80,000 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. കോഴിക്കോട്ടുകാർ കേൾക്കണം. ആ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞു. 10ാമത്തെ ദിവസം, 10 ദിവസം കഴിഞ്ഞിട്ടില്ല, 10ാമത്തെ ദിവസം 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. രണ്ടും ക്യാഷ് ട്രാൻസാക്ഷൻ. ഒഫീഷ്യൽ ഒരു ഒറ്റ പൈസ ഇല്ല. 33,80,000 മറ്റോ വിൽക്കുന്നു. റിസീവ്ഡ് ദ എമൗണ്ട്, പെയ്ഡ് ദ എമൗണ്ട് ബൈ ക്യാഷ്. 65 ലക്ഷത്തിന് വെക്കുന്നു. റിസീവ്ഡ് ദ എമൗണ്ട് ബൈ ക്യാഷ്. നടക്കുമോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും ആ ഫ്ലാറ്റിന് വില കാണിക്കണ്ടേ? വൈറ്റ് എമൗണ്ട്. ഒരു 25 ലക്ഷമില്ലാതെ ചെയ്യാൻ പറ്റുമോ? 35 ലക്ഷത്തിന് ഈ 33 ലക്ഷത്തിൽ ജില്ലാനന്ദിന് ഇത് വാങ്ങുമ്പോ തിരുവനന്തപുരത്ത് അന്നത്തെ ഫ്ലാറ്റിന്റെ വില 60-70 ലക്ഷമാണ്. ഏകദേശം വിറ്റിരിക്കുന്നത് അതേ പൈസനാണ്, വാങ്ങിയിരിക്കുന്നത് പകുതി പൈസക്ക്. രണ്ടും ബ്ലാക്ക് മണി. DGPയുടെ മേശപ്പുറത്തുണ്ട് ആ പേപ്പർ. ആ ഒരൊറ്റ പേപ്പർ മതി ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ. ഈ കള്ളപ്പണ ഉപയോഗം, ഈ RT രജിസ്റ്റർ ഓഫീസിൽ നടത്തിയ അധികാര ദുർവിനിയോഗം, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഭയപ്പെട്ടിട്ടല്ലേ ആ രജിസ്ട്രേഷൻ അതോറിറ്റി അങ്ങനെ ഒരു ആധാരം നടത്തി കൊടുക്കുന്നത്? ചെയ്തോ? ഈ നിമിഷം വരെ ചെയ്തോ? കാരണം മറ്റതൊക്കെ അന്വേഷിക്കണം. മാമിൻ്റെത് കുറെ അന്വേഷിക്കണം, റിദാൻ ബാസിൽ അന്വേഷിക്കണം, ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ വിശദമായ അന്വേഷണം നടത്തണം. ഒരു അന്വേഷണവും നടത്തണ്ട. ഈ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ മതി. ആ രജിസ്റ്റർ ഓഫീസിൽ ഒരു പോലീസുകാരനെ വിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ മതി. BV അൻവർ കൊടുത്തത് ശരിയാണോ എന്ന് മാത്രമുള്ള പരിശോധന മതി. അപ്പൊ എന്താക്കി? അതിന് 6 മാസം. എന്തിന്? വിജിലൻസ് അന്വേഷണത്തിന്. സെക്രട്ടേറിയറ്റിന്റെയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 2 കച്ചവടത്തിന്. പിന്നെ എന്താ കാത്തിരിക്കുന്നത്? ഇനിയിപ്പോ എന്താ മാർഗം? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പല വഴിക്ക്, പല രീതിയിൽ പോലീസുകാരെ മാറ്റിത്തന്ന്, മറ്റ് ഓഫറുകൾ തന്ന്, പലതും. ഒന്നും നിന്നില്ല. ഇപ്പൊ എന്താ പണി? ഇപ്പൊ ഭീഷണിപ്പെടുത്ത ഒന്നും നടക്കില്ല. അത് കണ്ടപ്പം ആ പത്രസമ്മേളനത്തിന് അതാ വരുന്നു. ഈ കള്ളക്കടത്ത് സംഘത്തിന് ഈ പോലീസുകാരോട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാം. അതുകൊണ്ട് ഇവരുടെ ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. കള്ളക്കടത്ത് സംഘത്തിലെ ഒരു ലോബിക്ക് ഇതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. പോലീസിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഇതിന് പിന്നിൽ തൽപരരാണോ എന്ന് പരിശോധിക്കണം. അപ്പോ പത്രക്കാർ ചോദിക്കുക, അതാരാ? PV അൻവർ ആണോ? അത് എനക്കറിയില്ല. നിങ്ങൾ ചോദിച്ചു, അത് എനക്കറിയില്ല. വീണ്ടും ചോദിക്കുന്നു, എനക്കറിയില്ല. നിങ്ങൾ 2 ചിരി, അല്ലേ? 2 ചിരി. അത് കഴിഞ്ഞോ? പിന്നെന്താ പറയുന്നത്? ഗവർണർ എന്തോ ഒരു പരാതി കൊടുത്തിട്ട് അൻവറിന്റെ പേരിൽ. ഏത് ഫോണേ? ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു. ഞാൻ ഏത് വാപ്പാന്റെ മോനാ എവിടുന്നാ വരുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ?
ഇനി ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായും വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ, എൻ്റെ ഉമ്മ ചെറുവാടിയാ.